നൈജീരിയയിലെ തരാബ സംസ്ഥാനത്തുള്ള വുഗാരി സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ വൻ തീപിടുത്തം. അർദ്ധരാത്രിയോടെ ഉണ്ടായ തീപിടുത്തം വിശ്വാസികളെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കത്തീഡ്രലിന്റെ വലിയൊരു ഭാഗം അഗ്നിക്കിരയായി. തീ പടർന്നു പിടിക്കുന്നതിനിടെ ജീവൻ പണയപ്പെടുത്തിയും വൈദികനായ ഫാദർ ജെയിംസ് ഒലിവർ നടത്തിയ ഇടപെടൽ വലിയ ചർച്ചയാവുകയാണ്. പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാന കേടുപാടുകൾ കൂടാതെ അദ്ദേഹം പുറത്തെത്തിച്ചു. പള്ളിക്കുള്ളിലെ മറ്റ് സാധനങ്ങൾ കത്തിയമർന്നപ്പോഴും വിശുദ്ധ കുർബാന സുരക്ഷിതമായി വീണ്ടെടുക്കുവാൻ സാധിച്ചത് വിശ്വാസികൾക്ക് വലിയ ആശ്വാസമായി. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആളപായമുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്രദേശത്തെ തദ്ദേശ ഭരണകൂടത്തിന്റെ സെക്രട്ടേറിയറ്റും തീപിടുത്തത്തിൽ നശിച്ചിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സംഭവം നടന്ന വുഗാരി നിലവിലെ സംസ്ഥാന ഗവർണർ ഡോക്ടർ അക്പു കെഫാസിന്റെ ജന്മനാട് കൂടിയാണ്. എന്നിട്ടും പ്രദേശത്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ഫയർ സർവീസ് യൂണിറ്റ് പോലും ഇല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അഗ്നിശമന സേനയുടെ അഭാവമാണ് നാശനഷ്ടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായതെന്ന് സഭാംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വുഗാരി രൂപതയ്ക്ക് കീഴിലുള്ള പല ഇടവകകളും വൈദിക മന്ദിരങ്ങളും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഈ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനിടെയുണ്ടായ പുതിയ ദുരന്തം ക്രൈസ്തവ സമൂഹത്തെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു.